കമ്മിറ്റിയുടെ തീരുമാനം നാം അറിയേണ്ട കാര്യമില്ല. ഇത്തരം പെരുമാറ്റത്തോട്ടുള്ള ഒരാളെ ഗുരുവായി അംഗീകരിക്കാൻ നാം തയ്യാറല്ല. അയാൾ പരസ്യമായി മാപ്പ് പറയണം, അല്ലെങ്കിൽ സ്വയം പിരിഞ്ഞു പോകണം. അതുവരെ ഒരു കളരി ഇവിടെ പ്രവർത്തിക്കില്ല. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ, മാപ്പ് പറയാ അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുക. നന്ദഗോപൻ മാപ്പ് പറയാ. ഞാൻ മാപ്പ് പറയാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊന്നും പറയണ്ട. ഒരു കലാകാരിയുടെ അരങ്ങേറ്റം കലക്കിയതിന് മാപ്പ് പറഞ്ഞാൽ മതി. അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഗുരുവിന്റെ വേഷം കെട്ടി വരാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? യഥാർത്ഥ ഗുരു മത്സ്യം, കൂർമ്മം, ഭ്രമരം ഇവയുടെ തന്ത്രങ്ങൾ അറിഞ്ഞവനാകണമെന്നുണ്ട് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ. കുട്ടി, ശാസ്ത്രങ്ങൾ മുഖവുര മാത്രമാണ്. അതിനേക്കാൾ മഹത്താണ് കല. അത് ശാസ്ത്രങ്ങളെ കുറിച്ച് വിവരമില്ലാത്തവരുടെ പറച്ചിലാണ്. ഭരതന്റെ നാട്യശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ചാണ് ഞാൻ ആടിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആസ്വാദകർ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാറേയില്ല, രസിക്കാറേ ഉള്ളൂ. കലയെയും സഭയെയും അപമാനിക്കലാണോ നിങ്ങളുടെ ആസ്വാദനം? എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ അരങ്ങേറ്റത്തിന് ബഹളം ഉണ്ടാക്കിയത്? മഹാനർത്തകി എന്ന് വിശേഷിപ്പിച്ചിട്ട് ശുഷ്ക നൃത്തം ചെയ്തപ്പോൾ ഒന്ന് കൂവിപ്പോയി. ഒരൊറ്റ കൂവലിൽ ഏകാഗ്രത പോയി, താളം പോയി. കുട്ടിക്ക് അരങ്ങേറ്റത്തിനുള്ള പാകമായിട്ടില്ല. കുട്ടിയുടെ ഗുരുക്കന്മാരാണ് ആദ്യം ആ കൂവൽ കേൾക്കേണ്ടത്. ഭരതനാട്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ശാസ്ത്രീയമായി ഈ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ്? പാവകളിയാണ് നിങ്ങൾ അരങ്ങേറ്റിയത്. ശാസ്ത്രീയമായി ചലിക്കുന്ന മാളവിക എന്ന പാവ. ട്യൂൺ ചെയ്തു വിട്ടാൽ ഏത് യന്ത്രമനുഷ്യനും ഭരതനാട്യം ചെയ്യും. അത് കലയല്ല, കരണങ്ങളുടെ ലയമാണ് കല. നൃത്യ നാട്യങ്ങൾ വികാരഭാവങ്ങളുടെ പ്രകടനമാണ്. ഭാവനാനുഭവത്വം ഭരതത്വം. അതിന് ഭാവന വേണം, അനുഭവം വേണം, മനസ്സും ശരീരവും അർപ്പിക്കണം. എങ്കിലേ രസം ഉണ്ടാവുള്ളൂ. യതോ ഹസ്ത സ്തതോ ദൃഷ്ടി, യതോ ദൃഷ്ടി സ്തതോ മനഃ, യതോ മനസ്തതോ ഭാവോ, യതോ ഭാവ സ്തതോ രസ. ശാസ്ത്രമാണ് നന്ദികേശന്റെ അഭിനയ ദർപ്പണം. കൈ എത്തുന്നിടത്ത് കണ്ണും, കണ്ണെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് ഭാവവും, ഭാവമുള്ളിടത്ത് രസവും ഉണ്ടാകുന്നു. ആനന്ദ നടനം ആടിനാൻ അവൻ ആനന്ദ നടനം ആടി എന്നാണ്. ഞാനല്ല, അവൻ. നടരാജൻ, നടരാജൻ ആനന്ദ നടനം ആടി എന്നാണ് സാഹിത്യം. അതെ, ശ്രീ പരമേശ്വരനാണ് ആടിയത്. ഇവൾ ആടിയതും താണ്ഡവം തന്നെയാണ്. അവിടെ നിങ്ങളുടെ ശാസ്ത്രവിധി തെറ്റി. പും നൃത്യം താണ്ഡവം പ്രാഹു, സ്ത്രീ നൃത്യം ലാസ്യമുച്യതേ. ഭരതന്റെ നാട്യശാസ്ത്രമാണ്. പുരുഷനാണ് താണ്ഡവം, സ്ത്രീക്ക് ലാസ്യമാണ് വിധി. ആനന്ദ നടനം അവൻ ആടി എന്നാണ്, ഞാൻ ആടി എന്നല്ല. അപ്പോൾ മറ്റാരോ ആണത് പറയുന്നത്. ഉമയാകാം, അല്ലെങ്കിൽ നർത്തകി തന്നെയാകാം. അതിന് താണ്ഡവമാടിയാൽ ശരിയാകുമോ? അത് ശരിയാണെങ്കിൽ തന്നെ ആനന്ദ താണ്ഡവമാണോ ആനന്ദ നടനമാണോ? ഏത് അവസ്ഥയിലുള്ള ആനന്ദമാണ്? ഭക്തിയുടേതാണോ, പ്രണയത്തിൻ്റെതാണോ, അത്ഭുതത്തിൻ്റെതാണോ എന്ന് മനസ്സിലാക്കണം. ഓരോ ഭാവതലത്തിനും നാട്യരീതി വ്യത്യസ്തമായിരിക്കണം. അവലംബിക്കുന്നത് നാട്യശാസ്ത്രമോ അഭിനയ ദർപ്പണമോ അഭിനയ ചന്ദ്രികയോ നൃത്തരത്നാവലിയോ ഏത് ശാസ്ത്രവുമാകട്ടെ. രീതികളിൽ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ മോഹിനിയാട്ടമോ കഥകളിയോ ഭാംഗ്രയോ ഒഡിശയോ മണിപ്പൂരിയോ കഥക്കോ നാടോടി നൃത്തമോ എന്ത് തന്നെയാകട്ടെ, സൃഷ്ടിക്കേണ്ടത് ഭാവരസങ്ങളാണ്. നർത്തകി ചിട്ടയ്ക്കു താടുന്നവളല്ല, വ്യാഖ്യാതാവാണ്. വാചകമൊക്കെ അടിക്കാം, നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കേ. ശ്രമിക്കാം. 6-7 കൊല്ലമായി നാട്യം മനസ്സിലേ ഉള്ളൂ, പരിശീലനമില്ല. ആ കുറവ് പൊറുക്കുക.